ഇന്ന് പഠിക്കാനുള്ള പോർഷൻ എന്ന് പറയുന്നത് വരാക്ടർ ഡയോഡാണ്. വരാക്ടർ ഡയോഡ് എന്ന് പറയുന്നത് ഒരു തരം ഡയോഡാണ്. പക്ഷേ സാധാ ഡയോഡിനെ ഒരു ചെറിയ വ്യത്യാസമുണ്ട്. എന്താണ് ഒരു വരാക്ടർ ഡയോഡ്? സാധാ ഒരു പി എൻ ജംഗ്ഷൻ ഡയോഡ്, ആ പി എൻ ജംഗ്ഷൻ ഡയോഡിൻ്റെ രണ്ട് ടെർമിനലിൽ അക്രോസ് ആയിട്ട് നമ്മൾ വേരിയിങ് റിവേഴ്സ് ബയസ് വോൾട്ടേജ് അപ്ലൈ ആണെങ്കിൽ ആ ഡയോഡിന് ഒരു വേരിയിങ് കപ്പാസിറ്ററായിട്ട് ആക്ട് ചെയ്യാൻ പറ്റും. അങ്ങനെ പറയുകയാണെങ്കിൽ അതിനെ പറയുന്ന പേരാണ് വെരിക്യാപ്പ് ഡയോഡ്, അല്ലെങ്കിൽ ട്യൂണിങ് ഡയോഡ്, അല്ലെങ്കിൽ വരാക്ടർ ഡയോഡ്. വെരിക്യാപ്പ് ഡയോഡ് എന്ന് പറയാൻ കാരണം ആ കപ്പാസിറ്റൻസ് ചേഞ്ച് വേരിയബിളാണ്, വേരിയബിൾ കപ്പാസിറ്റൻസ്, അതുകൊണ്ടാണ് വെരിക്യാപ്പ് ഡയോഡ് എന്ന് പറയുന്നത്. ട്യൂണിങ് ഡയോഡ് എന്ന് കാരണം ഒരുപാട് ട്യൂണിങ് ഡിവൈസസിൽ ഇത് യൂസ് ചെയ്യുന്നുണ്ട്, അതുകൊണ്ടാണ് ഇതിന് ട്യൂണിങ് ഡയോഡ് എന്ന് പറയുന്നത്. അതേപോലെ തന്നെ തൊട്ട് താഴെ പറയാം അതിനൊരു ചെറിയ ഡെഫിനിഷൻ. അതായത് നമ്മളൊരു പി എൻ ജംഗ്ഷൻ, അതായത് ഡയോഡിന് എക്രോസ് ആയിട്ട് നമ്മൾ വോൾട്ടേജ് അപ്ലൈ ചെയ്യുക. ആ അപ്ലൈ ചെയ്യുന്ന വോൾട്ടേജിനനുസരിച്ച് അതിൻ്റെ കപ്പാസിറ്റൻസ് ചേഞ്ച് ആയിക്കൊണ്ടിരിക്കുക. അങ്ങനെ ചേഞ്ച് ആവാൻ വേണ്ടി സ്പെഷ്യലി ഡിസൈൻ ചെയ്തേക്കുന്ന ഒരു ഡയോഡിനെയാണ് വരാക്ടർ ഡയോഡ് എന്ന് പറയുന്നത്. ആ ഡയോഡ് പാർട്ടും ഉണ്ട്, അതേപോലെ കപ്പാസിറ്റർ പാർട്ടും ഉണ്ട്, അതുകൊണ്ടാണ് വരാക്ടർ ഡയോഡ് എന്ന് പറയുന്നത്. In other words, it is a specially designed semiconductor diode whose capacitance at the PN semiconductor junction changes with the change in voltage applied across its terminal. And because it is a diode that can behave as a variable capacitor, it is named as a varaactor diode in short. അതായത് അപ്ലൈ ചെയ്യുന്ന റിവേഴ്സ് ബയസ് വോൾട്ടേജിനനുസരിച്ച് അതിൻ്റെ കപ്പാസിറ്റൻസിന് ചേഞ്ച് ഉണ്ടായിക്കൊണ്ടിരിക്കും. അതിനെയാണ് വരാക്ടർ ഡയോഡ് എന്ന് പറയുന്നത്. അതായത് ഡയോഡിൻ്റെ പോർഷനും ഉണ്ട്, കപ്പാസിറ്ററിൻ്റെ പോർഷനും ഉണ്ട്. ഇതാണ് വരാക്ടർ ഡയോഡിൻ്റെ ഫിഗർ. സാധാ ഒരു ഡയോഡ് പോലെ. അടുത്തത് അതിൻ്റെ സിംബോളിക് റെപ്രസെൻറ്റേഷനാണ്. മെയിനായിട്ട് ഈ 3 തരം സിമ്പിൾ യൂസ് ചെയ്യും വരാക്ടർ ഡയോഡിന്. അതിൽ ആദ്യത്തെ 2 അതായത് ഇതും ഇതും മെയിനായിട്ട് ഈ 3 അതിൻ്റെ സിമ്പിളായിട്ട് യൂസ് ചെയ്യുന്നത്. അതിൽ ആദ്യത്തെ 2 മാത്രമേ എപ്പോഴും യൂസ് ചെയ്യുള്ളൂ. ഇതിൽ രണ്ടാമത്തെ ഫിഗറിൽ, രണ്ടാമത്തെ സിംബോളിക് റെപ്രസെൻറ്റേഷനിൽ ആ ട്രയാങ്കുലർ പാർട്ട് എന്ന് പറയുന്നത് ഡയോഡ് പോർഷനും 2 ലൈൻസ് എന്ന് പറയുന്ന കപ്പാസിറ്റർ പോർഷനുമാണ് കാണിക്കുന്നത്. അടുത്തതിന് അതിൻ്റെ കൺസ്ട്രക്ഷനാണ്. വെരിക്യാപ്പ് ഡയോഡിൻ്റെ കൺസ്ട്രക്ഷൻ അല്ലെങ്കിൽ വരാക്ടർ ഡയോഡിൻ്റെ കൺസ്ട്രക്ഷൻ സാധാ പി എൻ ജംഗ്ഷൻ ഡയോഡ് പോലെ തന്നെ സാധാ ഒരു പി ടൈപ്പും എൻ ടൈപ്പും തമ്മിൽ ഫ്യൂസ് ചെയ്യുക, അവിടെ നിന്ന് പി എൻ ജംഗ്ഷൻ ഡയോഡ് ക്രിയേറ്റ് ചെയ്യും. അതിൽ പി ടൈപ്പിലുള്ളതെന്ന് പറയുന്നത് ഹോൾസാണ് അവിടുത്തെ മെജോറിറ്റി കാരിയേഴ്സ്, ഫ്രീ ഇലക്ട്രോൺ നെഗറ്റീവ് അതിൻ്റെ മൈനോറിറ്റി കാരിയേഴ്സും, അതേപോലെ എൻ റീജിയനിൽ ഫ്രീ ഇലക്ട്രോൺസ് മെജോറിറ്റി കാരിയേഴ്സും ഹോൾസ് മൈനോറിറ്റി കാരിയേഴ്സുമാണ്. അവിടെ കറണ്ട് കൊണ്ടുപോകുന്നത് പി ടൈപ്പിലാണെങ്കിൽ ആ പി ടൈപ്പ് പോർഷനിലാണെങ്കിൽ ഹോൾസും, എൻ ടൈപ്പിലാണെങ്കിൽ ഫ്രീ ഇലക്ട്രോൺസാണ് കറണ്ട് കാരിയേഴ്സ്. ഇനി തമ്മിലുള്ള ഡിപ്ലീഷൻ റീജിയൻ, അതായത് പി ടൈപ്പും എൻ ടൈപ്പും കൂടെ ഫ്യൂസ് ചെയ്യുമ്പോൾ പി എൻ ജംഗ്ഷൻ ഉണ്ട്, അത് തമ്മിലൊരു ജംഗ്ഷൻ ക്രിയേറ്റ് ചെയ്യും. ആ ജംഗ്ഷനെ പറയുന്ന പേര് ഡിപ്ലീഷൻ ലെയർ അല്ലെങ്കിൽ ഡിപ്ലീഷൻ റീജിയൻ എന്ന് പറയും. ഡിപ്ലീഷൻ റീജിയൻ്റെ പ്രത്യേകത അവിടെ ഹോൾസും ഇല്ല, ഫ്രീ ഇലക്ട്രോൺസും ഇല്ല. അവിടെ കാണുന്ന അയോൺസാണ്. അയോൺസ് ഇവിടെ കറണ്ട് കണ്ടക്ട് ചെയ്യത്തില്ല. നമുക്കുള്ള ഹോൾസും ഒന്നുകിൽ ഹോൾസ് കണ്ടക്ട് ചെയ്യും, അല്ലെങ്കിൽ ഇലക്ട്രോൺസ് കണ്ടക്ട് ചെയ്യും. ഇവിടെ രണ്ടും ഇല്ലാത്തതുകൊണ്ട് അയോൺസ് ആയിട്ടാണ് കാണുന്നത് ഡിപ്ലീഷൻ റീജിയൻ. അതുകൊണ്ട് ഡിപ്ലീഷൻ റീജിയനിൽ കറണ്ട് കണ്ടക്ട് ചെയ്യത്തില്ല. ഡിപ്ലീഷൻ റീജിയനിൽ കറണ്ട് കണ്ടക്ട് ചെയ്യാത്തതുകൊണ്ട് തന്നെ അതൊരു ഇൻസുലേറ്റർ ആയിട്ടാണ് ആക്ട് ചെയ്യുന്നത്. ഇതാണ് ഒരു പി എൻ ജംഗ്ഷൻ, അല്ലെങ്കിൽ നമുക്കൊരു വരാക്ടർ ഡയോഡിൻ്റെ കൺസ്ട്രക്ഷനായിട്ട് വരാം. അത് സാധാ ഒരു ഡയോഡ് തന്നെ. അതാണ് ഇവിടെ പറയാം. ഡിപ്ലീഷൻ റീജിയൻ ഈസ് മെയ്ഡ് അപ്പ് ഓഫ് പോസിറ്റീവ് ആൻഡ് നെഗറ്റീവ് അയോൺസ്. ദീസ് പോസിറ്റീവ് ആൻഡ് നെഗറ്റീവ് അയോൺ ഡസ് നോട്ട് മൂവ് ഫ്രം വൺ പ്ലേസ് ടു അനദർ. മൂവ് ചെയ്താൽ മാത്രമേ കറണ്ട് പാസ് ചെയ്യുള്ളൂ. പക്ഷേ ഇവിടെ മൂവ് ചെയ്യാത്തതുകൊണ്ട് ഇവിടെ കറണ്ട് പാസ് ചെയ്യുന്നില്ല. ദ ഡിപ്ലീഷൻ റീജിയൻ ബ്ലോക്സ് ഫ്രീ ഇലക്ട്രോൺസ് ഫ്രം എൻ സൈഡ് ആൻഡ് ഹോൾസ് ഫ്രം പി സൈഡ്. അതായത് എൻ സൈഡിൽ നിന്നുള്ള ഫ്രീ ഇലക്ട്രോൺസിനെയും പി സൈഡിൽ നിന്നുള്ള ഹോൾസിനെയും ഈ ഡിപ്ലീഷൻ റീജിയൻ ബ്ലോക്ക് ചെയ്യും. അങ്ങനെയാണെങ്കിൽ അവിടെ കറണ്ട് പാസ് ചെയ്യില്ല, അതുകൊണ്ട് തന്നെ അത് ഇൻസുലേറ്റർ ആയിട്ട് ആക്ട് ചെയ്യും. അടുത്ത അതിൻ്റെ വർക്കിംഗ് ആണ്, ഒരു വരാക്ടർ ഡയോഡിൻ്റെ വർക്കിംഗ്. ഇതാണ് നമ്മൾ ഫിഗർ. ഇവിടെ പി ടൈപ്പ് റീജിയനിൽ നമ്മൾ ഹോൾസും, എൻ റീജിയനിൽ ഇലക്ട്രോൺസും, അതിൻ്റെ നടുക്ക് ഉള്ള ഡിപ്ലീഷൻ റീജിയനിൽ
നമുക്കറിയാം, നമ്മൾ ആദ്യം പറഞ്ഞു ഒരു റിവേഴ്സ് ബയസ് വോൾട്ടേജ് അപ്ലൈ ചെയ്യുന്ന സമയത്ത് മാത്രമേ വരാക്ടർ ഡയോഡ് വർക്ക് ആകത്തുള്ളൂ. അതിന് കാരണം എന്ന് പറയുന്നത് നമ്മൾ റിവേഴ്സ് ബയസ് വോൾട്ടേജ് അതിനുണ്ട് ഇക്വേഷൻ നമുക്കറിയാം. ഒരു കപ്പാസിറ്റൻസിൻ്റെ ഇക്വേഷൻ C=ε0A/d, അതായത് കപ്പാസിറ്റൻസ് ഏതിന് ഏരിയയ്ക്ക് ഡയറക്റ്റ്ലി പ്രൊപ്പോർഷണലും അതിൻ്റെ തിക്നെസ് അതിന് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണലായിരിക്കും. ആ സെയിം ഫോർമുല തന്നെയാണ് ഇവിടെ അപ്ലൈ ചെയ്യുന്നത്. ഡിപ്ലീഷൻ റീജിയൻ്റെ ഇതിലുള്ള ഡിപ്ലീഷൻ റീജിയൻ്റെ വിഡ്ത്ത് കുറയുന്നതനുസരിച്ച് കപ്പാസിറ്റൻസ് കൂടും. അപ്പം മാക്സിമം എപ്പോഴും വിഡ്ത്ത് കുറയാനേ നമ്മൾ ശ്രമിക്കൂ, എന്നാലേ കപ്പാസിറ്റൻസ് കൂട്ടൂ. കാരണം ഇവിടെ കറണ്ട് പാസ് ചെയ്യേണ്ട ഒരു ആവശ്യമില്ല. നമുക്ക് ചാർജ് സ്റ്റോർ ചെയ്യാനുള്ള ഒരു ഡിവൈസ് ആയിട്ടാണ് വരാക്ടർ ഡയോഡ് നമ്മൾ ഡിസൈൻ ചെയ്തേക്കുന്നത്. അവിടെ കറണ്ട് പാസ് ചെയ്യേണ്ട ഒരു ആവശ്യമില്ല, ജസ്റ്റ് ചാർജ് സ്റ്റോർ ചെയ്യാൻ മാത്രം. അപ്പോൾ മാക്സിമം ചാർജ് എങ്ങനെയാണ് സ്റ്റോർ ചെയ്യുന്നത്? ഡിപ്ലീഷൻ റീജിയൻ്റെ വിഡ്ത്ത് എപ്പോഴും കുറഞ്ഞിരിക്കണം. അതാണ് ഈ ഇക്വേഷൻ ഇത് പറയുന്നത്. വരാക്ടർ ഡയോഡ് ഓപ്പറേറ്റ്സ് ഓൺലി ഇൻ റിവേഴ്സ് ബയസ്. ബിക്കോസ് of reverse bias, the current does not flow. If the diode is connected in forward biasing, the current starts flowing through the diode and their depletion region decreases. The depletion region does not allow the ions to move from one place to another. The varactor diode is used for storing the charge, not for flowing the charge. In the forward bias, the total charge stored in the diode becomes zero, which is undesirable. Thus, the varactor diode always operates in the reverse bias. അതായത് ഫോർവേഡ് ബയസിലാകുമ്പം ടോട്ടൽ ചാർജ് സ്റ്റോർ ചെയ്ത് 0 ആവും. അതല്ലല്ലോ ആവശ്യമുണ്ട്. നമുക്ക് ചാർജ് സ്റ്റോർ ചെയ്യാനുള്ള ഡിവൈസ് ആയിട്ടാണ് നമ്മൾ വരാക്ടർ ഡയോഡിനെ ഡിസൈൻ ചെയ്തത്. അപ്പം അതുകൊണ്ട് തന്നെ എപ്പോഴും റിവേഴ്സ് ബയസിൽ മാത്രമേ വർക്ക് ചെയ്യത്തുള്ളൂ. നേരത്തെ പറഞ്ഞു അത് തന്നെ ഇതിന് ഇക്വേഷൻ CT=ε/A/W. ഇതിൽ എപ്സിലോൺ എന്ന് പറയുന്നത് പെർമിറ്റിവിറ്റി ഓഫ് ദ സെമി കണ്ടക്ടർ മെറ്റീരിയൽ, എ എന്ന് പറയുന്നത് ഏരിയ ഓഫ് ദ PN ജംഗ്ഷൻ, ആ ജംഗ്ഷനിൽ. അതേപോലെ തന്നെ W എന്ന് പറയുന്നത് വിഡ്ത്ത് ഓഫ് ദ ഡിപ്ലീഷൻ റീജിയൻ. കപ്പാസിറ്റൻസിൻ്റെ ഇക്വേഷനാണ് നമ്മളിപ്പം പറഞ്ഞത്. വരാക്ടർ ഡയോഡിൻ്റെ കപ്പാസിറ്റൻസ് ഇക്വേഷൻ CT=ε/A/W. ഇതിൽ നിന്ന് നമുക്ക് കാര്യം പറയാം. കപ്പാസിറ്റൻസും വിഡ്ത്തും ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണലാണ്. കാരണം എപ്സിലോൺ എ ഒരു കോൺസ്റ്റൻ്റ് ആയിട്ട് വെച്ചാലും CT ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു W. അതായത് ആ ഡിപ്ലീഷൻ റീജിയൻ്റെ വിഡ്ത്ത് കൂടുകയാണെങ്കിൽ കപ്പാസിറ്റൻസ് കുറയുകയും ഡിപ്ലീഷൻ റീജിയൻ്റെ വിഡ്ത്ത് കുറയുകയാണെങ്കിൽ കപ്പാസിറ്റൻസ് കൂടുകയും ചെയ്യും. കപ്പാസിറ്റൻസ് എന്ന് പറയുന്നത് എബിലിറ്റി ടു സ്റ്റോർ ചാർജ് സ്റ്റോർ ചെയ്യാനുള്ള എബിലിറ്റിനെയാണ് കപ്പാസിറ്റൻസ് എന്ന് പറയുന്നത്. അപ്പോൾ കപ്പാസിറ്റൻസ് കൂടുക എന്ന് വെച്ചാൽ അതിന് കൂടുതൽ ചാർജ് സ്റ്റോർ ചെയ്യാൻ പറ്റും, അങ്ങനെയാണ്. എപ്പോഴും മാക്സിമം കപ്പാസിറ്റൻസ് ആകാനാണ് നോക്കണം. അപ്പം വിഡ്ത്ത് എപ്പോഴും കുറഞ്ഞിരിക്കണം, അതായത് ഡബ്ല്യുവിൻ്റെ വാല്യൂ എപ്പോഴും മിനിമം ആയിരിക്കണം. അതുകൊണ്ട് തന്നെ ഡിപ്ലീഷൻ റീജിയൻ്റെ വിഡ്ത്ത് എപ്പോഴും മിനിമം ആയിട്ട് കീപ്പ് ചെയ്താൽ മാത്രമേ നമുക്ക് മാക്സിമം ചാർജ് സ്റ്റോർ ചെയ്യാൻ പറ്റത്തുള്ളൂ. ഇനി അടുത്ത പറയാനുള്ളത് ക്യാരക്ടറിസ്റ്റിക് കർവ്, വരാക്ടർ ഡയോഡിൻ്റെ ക്യാരക്ടറിസ്റ്റിക് കർവ്. അതായത് എക്സ് ആക്സിസിലെ റിവേഴ്സ് ബയസ് വോൾട്ടേജും വൈ ആക്സിസിലെ കപ്പാസിറ്റൻസ്, അതായത് വരാക്ടർ ഡയോഡിൻ്റെ കപ്പാസിറ്റൻസും പ്ലോട്ട് ചെയ്തൊരു ഗ്രാഫ് വരയ്ക്കുകയാണെങ്കിൽ അതിങ്ങനെ ഇരിക്കും, കർവ്. ഇതിൽ നിന്ന് നമുക്ക് വായിക്കാൻ പറ്റും റിവേഴ്സ് ബയസ് വോൾട്ടേജ് കുറയുന്നതനുസരിച്ച് കപ്പാസിറ്റൻസ് കൂടും. അതാണ് ഇത് പറയുന്നത്. The graph shows that when the reverse bias voltage increases, the depletion region increases and capacitance of the diode decreases. അതാണ് നമ്മൾ റിവേഴ്സ് ബയസ് വോൾട്ടേജ് അപ്ലൈ ചെയ്യുന്നതനുസരിച്ച് ഡിപ്ലീഷൻ റീജിയൻ്റെ വിഡ്ത്ത് കൂടും, പക്ഷേ കപ്പാസിറ്റൻസ് കുറയും. അതാണ് ഈ ഗ്രാഫിൽ പറയുന്നത്. അടുത്തത് വരാക്ടർ ഡയോഡ് ഇൻ ട്യൂണിങ് സർക്യൂട്ട്. ഈ ട്യൂണിങ് സർക്യൂട്ടിൽ വരാക്ടർ ഡയോഡിൻ്റെ ഉപയോഗം എന്തോന്നാണ്? ട്യൂണിങ് സർക്യൂട്ട് എന്ന് പറയുമ്പോൾ ഫ്രീക്വൻസി ട്യൂൺ ചെയ്യാൻ പറ്റും. അതാണ് ട്യൂണിങ് സർക്യൂട്ട്സ് എന്നുള്ളത്. അപ്പം അതിൽ വരാക്ടർ ഡയോഡിൻ്റെ ഉപയോഗം എന്തോന്നാണ്? നമുക്ക് ഈ സർക്യൂട്ട് കാണുമ്പോൾ തന്നെ അറിയാം. D1 D2 രണ്ട് വരാക്ടർ ഡയോഡുകളുണ്ട്. അതേപോലെ അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള കപ്പാസിറ്റൻസ് C1 C2 എന്ന് വിചാരിക്കുക. അതേപോലെ അതിന് പാരലായിട്ട് തന്നെ ഒരു ഇൻഡക്ടർ കണക്ട് ചെയ്തിട്ടുണ്ട്. ഇൻഡക്ടർ എന്ന് പറയുമ്പോൾ അതിൻ്റെ ഇൻഡക്റ്റൻസ് L. അപ്പോൾ എന്താ ചെയ്യുക, നമുക്ക് ഒരു റെസൊണൻസ് സർക്യൂട്ട് ഉണ്ട് ഇവിടെ. അതിൻ്റെ റെസിസ്റ്റൻസ് R വേണമെങ്കിൽ റെസൊണൻസ് സർക്യൂട്ട് എന്ന് പറയുന്നത്, അതായത് പാരലൽ റെസൊണൻസ് സർക്യൂട്ട്. D1 D2 വെച്ച് അക്രോസ് ആയിട്ട് ഒരു പാരലൽ റെസൊണൻസ് സർക്യൂട്ട് ഉണ്ട്, L ഉം R ഉള്ള. VC എന്ന് പറയുന്നത്
ഡയോഡിന് നമ്മൾ ഇവിടെ അപ്ലൈ ചെയ്യുന്ന വോൾട്ടേജ് ഇല്ലേ, അതാണ് വേരിയബിൾ DC വോൾട്ടേജ്, അതാണ് VC. എങ്ങനെയാണെങ്കിൽ ഫ്രീക്വൻസി നമുക്കറിയാം, ഫ്രീക്വൻസിയുടെ ഇക്വേഷൻ F is equal to 1/2π√LC. അവിടെ ഫ്രീക്വൻസി, അതായത് റെസൊണൻറ്റ് ഫ്രീക്വൻസി F0 is equal to 1/2π√LCT. ഇവിടെ വേരിയബിൾ മറ്റേ വരാക്ടർ ഡയോഡാണ് യൂസ് ചെയ്യുന്നത്, അതിൻ്റെ കപ്പാസിറ്റൻസ് പറയുന്നത് CT എന്ന് പറയുന്നത് ഇവിടെ രണ്ട് വരാക്ടർ ഡയോഡ് യൂസ് ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് തന്നെ C1 C2 അതാണ് D1-ൻ്റെതും D2-ൻ്റെയും കപ്പാസിറ്റൻസ്. അതിൻ്റെ കപ്പാസിറ്റൻസിൻ്റെ കോമ്പിനേഷൻ എന്ന് പറയുന്നത് CT is equal to C1 C2 divided by C1 plus C2. ആ വാല്യൂ എടുത്ത് മുകളിലത്തെ F0 equal to 1/2π√LCT അതിനിക്ക് ആ വാല്യൂയിലോട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ നമുക്ക് റെസൊണൻറ്റ് ഫ്രീക്വൻസി കണ്ടുപിടിക്കാം. L എന്ന് പറയുന്നത് ഇൻഡക്റ്റൻസ് ഓഫ് ദ സർക്യൂട്ടാണ്, ഹെൻറിയിലാണ് മെഷർ ചെയ്യുന്നത്. അതേപോലെ തന്നെ F0 എന്ന് പറയുന്നത് അതിൻ്റെ റെസൊണൻറ്റ് ഫ്രീക്വൻസിയാണ്. C1 C2 എന്ന് പറയുന്നത് കപ്പാസിറ്റൻസ്. ഇതേ കൂടാതെ തന്നെ വേറെ ആപ്ലിക്കേഷൻസ് ഉണ്ട് ഏത് വരാക്ടർ ഡയോഡിന്. അത് ഏതൊക്കെയെന്ന് വെച്ചാൽ ഓട്ടോമാറ്റിക് ഫ്രീക്വൻസി, അത് ജസ്റ്റ് വായിച്ച് വയ്ക്കുക, ജസ്റ്റ് ഹെഡിങ് മാത്രം പഠിച്ച് വെച്ചാൽ മതി. ഓട്ടോമാറ്റിക് ഫ്രീക്വൻസി കൺട്രോളേഴ്സ് അതിൽ യൂസ് ചെയ്യും. അൾട്രാ ഹൈ ഫ്രീക്വൻസി ടെലിവിഷൻ സെറ്റ്സ് അതിൽ യൂസ് ചെയ്യും. ഹൈ ഫ്രീക്വൻസി റേഡിയോസ് യൂസ് ചെയ്യും. ഫ്രീക്വൻസി മൾട്ടിപ്ലയേഴ്സിൽ യൂസ് ചെയ്യും. ബാൻഡ് പാസ് ഫിൽറ്റേഴ്സ് യൂസ് ചെയ്യും. ഹാർമോണിക് ജനറേറ്റേഴ്സിൽ യൂസ് ചെയ്യും. അതൊരു 3-4 പോയിൻ്റ് മാത്രം പഠിച്ച് വെച്ചിരുന്നാൽ മതി. അതേപോലെ തന്നെ വരാക്ടർ ഡയോഡിൽ അഡ്വാൻറ്റേജസ് ഒരു 3 പോയിൻ്റ്, അത് ചിലപ്പോൾ 3 പോയിൻ്റ് പഠിക്കണം. വരാക്ടർ ഡയോഡ് പ്രൊഡ്യൂസസ് ലെസ് നോയ്സ് ആസ് കമ്പയർഡ് ടു അതർ ഡയോഡ്. മറ്റുള്ള ഡയോഡുമായിട്ട് കമ്പയർ ചെയ്യുക, അതായത് താരതമ്യം ചെയ്യുമ്പോൾ വരാക്ടർ ഡയോഡിന് പ്രൊഡ്യൂസ് ചെയ്യുന്ന സൗണ്ട് കുറവായിരിക്കും. ലെസ് കോസ്റ്റ്ലി ആൻഡ് മോർ റിലയബിൾ. കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ കുറവായിരിക്കും, കൊണ്ട് നടക്കാൻ എളുപ്പമായിരിക്കും. The varactor diode is small in size and less in weight. അതാണ് പറയുന്നത്. കൊണ്ട് നടക്കാൻ എളുപ്പമെന്ന് വെച്ചാൽ സ്മോൾ സൈസ് ആയിരിക്കും, ലെസ് വെയിറ്റ് ആണ്. ഇതാണ് വരാക്ടർ ഡയോഡിൻ്റെ അഡ്വാൻറ്റേജസ്. മറ്റ് ട്യൂണിങ് സർക്യൂട്ടിൽ ഉപയോഗിക്കാതെ അതുകൂടാതെ ബാക്കിയുള്ള അഡ്വാൻറ്റേജസ് ആണ് ഇത്. താങ്ക് യു.